ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞും അറിയാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവപിതൃക്കൾക്കും നിത്യശാന്തി ലഭിക്കട്ടെ, മുക്തി ലഭിക്കട്ടെ, മോക്ഷം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഏവർക്കും നമസ്കാരം, പ്രണാമം. ശരീരമാകുന്ന വാഹനവും ഉടമയാകുന്ന സാക്ഷിയായി നിലകൊള്ളുന്ന മനസ്സും ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറും രണ്ട് സുഹൃത്തുക്കളോ രണ്ട് കാഴ്ചക്കാരോ രണ്ട് ഉപദേഷ്ടാക്കളോ ആയ യുക്തിയും വ്യക്തിയും എന്നുള്ള 5 തത്വങ്ങളോടുകൂടി വിവരിക്കുന്നു. വാഹനം സഞ്ചരിക്കുകയാണ്, വാഹനം ഓടുകയാണ്. ശ്രദ്ധിക്കണം, ഏത് വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഡ്രൈവർ തൻ്റെ വാഹനത്തെയും തന്നെയും തൻ്റെ സഞ്ചാരപഥത്തിൽ നിലകൊള്ളുന്ന എന്തിനേയും കുറിച്ച് ബോധവാനായിരിക്കണം. അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ടാവണം തൻ്റെ വാഹനം ഓടിക്കേണ്ടതും പോവേണ്ടതും. നിരത്തിലൂടെയുള്ള അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുന്ന വാഹനങ്ങളെയും വഴികളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ വാഹനത്തെ മുന്നോട്ട് നയിക്കുവാൻ. അതീവ ശ്രദ്ധയോട് വേണം വാഹനത്തെ മുൻപോട്ട് നയിക്കുവാൻ. ഡ്രൈവർ മുൻകൂട്ടി അറിയാവുന്ന രീതിയിലുള്ള വരുന്ന വാഹനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തൻ്റെ വാഹനം എപ്രകാരം നിയന്ത്രിക്കുന്നുവോ അപ്രകാരമാവണം ഓരോരുത്തരുടെയും ജീവിത രീതി. ശ്രദ്ധിക്കണം. മുൻപേ വരുന്ന വാഹനം, ആ വാഹനത്തിന് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സിഗ്നലുകളുണ്ട്. രാത്രികാലങ്ങളിൽ ഹെഡ്ലൈറ്റ് ഡിമ്മാക്കിയും ബ്രൈറ്റാക്കിയും താഴ്ത്തിയും ഉയർത്തിയും നമ്മൾ ആ ലൈറ്റുകളെ നമ്മൾ ത്വരിതപ്പെടുത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അവ വരുന്ന വാഹനത്തിന് നമ്മളെ പൂർണ്ണത കാണുവാനും വരുന്ന വാഹനത്തിൻ്റെതായിട്ടുള്ള വലിപ്പമോ ഭാഗമോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിക്കൊണ്ട പ്രകാരം ഉള്ള പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എതിരെ വരുന്ന വാഹനത്തിൻ്റെ നിയന്ത്രണത്തിൽ കുറവോ കൂടുതലോ എന്ന് പരിശോധിച്ച് ആ വാഹനത്തെ അപ്രകാരം ത്വരിതപ്പെടുത്തി ശാന്തിയോട് കൂടിയിട്ടുള്ളൊരു യാത്ര അവിടെ സഫലമാക്കുവാനായിക്കൊണ്ട്
രണ്ട് വാഹനത്തിൻ്റെയും ഡ്രൈവർമാർ അപ്രകാരമുള്ള തീരുമാനങ്ങളുടെ മുന്നോട്ട് പോകുന്നു. അതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വേണ്ടത്. നമ്മളെപ്പോലെ തന്നെയാണ് ഏവരും എന്നുള്ളതിനെ പറഞ്ഞ് അപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പല മതങ്ങളും പറയുന്നത് തൻ്റെ വാഹനം മാത്രമാണ് വാഹനമെന്നും മറ്റുള്ളതൊന്നും വാഹനമല്ല എന്നും മതത്തിലെ ചിലർ പറഞ്ഞ് മുറവിളി കൂട്ടുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നവർ പരിശോധിക്കട്ടെ. ഇവിടെ വിവരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ബോധത്തോടു കൂടി മുന്നോട്ട് പോകണം. മനുഷ്യൻ മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലൂടെ അവൻ്റെ കർത്തവ്യം എന്താണെന്നും അവൻ്റെ ജീവിത രീതി എങ്ങനെ ആവണമെന്നും അവനെന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടാമെന്നും ചിന്തിച്ച് തനിക്കും തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലുള്ള എന്താചരണം ചെയ്യണം, എന്താചരണം ചെയ്യണ്ട, ഇവ പരിശോധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ഏവർക്കും വ്യക്തിക്കും യുക്തിക്കും ഉതകുന്ന രീതിയിലുള്ള ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും അപ്രകാരമുള്ള ജീവിതനിഷ്ഠയും ഏവരുടെയും ജീവിതത്തിൽ പകർത്തേണ്ടതാണെന്ന് പറയുന്നു. നല്ല കാര്യങ്ങൾ ആർക്കും എവിടെയും എപ്പോഴും ചെയ്യാവുന്നതാണ് മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിൽ. അല്ലാത്തതെന്ത് കർമ്മങ്ങളായിരുന്നാലും അത് പലർക്കും ദോഷം ചെയ്യുകയും പലരിലും വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ള തലത്തിൽ നിന്നും നമ്മൾ മാറണം. നമ്മൾ ഏത് മതത്തിലോ സംസ്കാരത്തിലോ ജാതിയിലോ വർണ്ണത്തിലോ വർഗത്തിലോ പെട്ടവരായിരുന്നാലും ചിന്തിച്ച് പ്രവർത്തിക്കണം. ഞാനൊരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും വാക്കുകൾ കൊണ്ട് പോലും വേദനിപ്പിക്കാത്തതായും നോവിക്കാത്തതായുമുള്ള പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും നമ്മിലൊന്നുണ്ടാകുവാൻ പാടുള്ളൂ എന്ന് പറയുന്നു. സ്നേഹവും സ്വഭാവശുദ്ധിയും പെരുമാറ്റ അച്ചടക്ക രീതിയും മാനവും മര്യാദയും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട്. അഹങ്കാരം എന്നുള്ളതിൽ നിന്നും നമ്മൾ പുറകോട്ട് മാറി നമ്മൾ തമസ്കരിക്കുവാനായി നമ്മൾ തയ്യാറാവണം. നമ്മൾ നല്ല പാതയിലൂടെ വാഹനമോടിച്ചാൽ നമ്മളുടെ വാഹനത്തിന് വലിയ കുഴപ്പമില്ലാതെ കണ്ട് ഒരുപാട് സുഖത്തോടു കൂടി നമുക്ക് നമ്മുടെ വാഹനത്തെ മുന്നോട്ട് നയിക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കും. അത് നല്ല ഉത്തരവാദിത്ത ബോധ്യമുള്ളൊരു ഡ്രൈവറും വാഹനത്തെ നല്ലതുപോലെ നിയന്ത്രിക്കുവാനും വാഹനത്തിൻ്റെ വേഗത വേണ്ടിടത്ത് കൊടുക്കുവാൻ വേണ്ടാത്തിടത്ത് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുവാനും ഓരോ നിമിഷത്തിലും ആ വാഹനത്തിൻ്റെ നിയന്ത്രണത്തെ തൻ്റെ കണ്ടെത്തലുകൾക്കും തൻ്റെ കാഴ്ചകൾക്കും അനുകൂലമായി ആയതിനെ പ്രവർത്തിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിവുള്ളൊരു ഡ്രൈവറാണ് ഈ വാഹനം ഓടിക്കുന്നതെന്നും ഉള്ളൊരു ബോധ്യത്തോടു കൂടി ആ വാഹനത്തിൻ്റെ ഉടമയ്ക്കും അതിൽ ഉടമയായിരിക്കുന്ന സാക്ഷിയായി നിലകൊള്ളുന്ന മനസ്സിനും ആയതിൻ്റെ കൂടെ പോകുവാനായിക്കൊണ്ട് താല്പര്യപ്പെടുന്നു. ആരെയും ധ്വംസിക്കാതെ ഹിംസിക്കാതെ ഓണടിച്ചുകൊണ്ട് ആരെയും ശല്യം ചെയ്യാതെ അച്ചടക്കമുള്ള നല്ലൊരു വാഹനമായി നല്ല വാഹനത്തിൻ്റെ ഉടമയായി ആ വാഹനത്തിൻ്റെ നല്ല ഡ്രൈവറായി സമൂഹത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. നമ്മൾ എന്തിനേയും കാണുന്നു, ശ്രദ്ധിക്കുന്നു. വഴിമധ്യേയുള്ളതായിട്ടുള്ള വാഹനം കിടക്കുന്നതിനെയും ആ വാഹനത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു വാഹനം നമ്മുടെ സഞ്ചാരപാതയിൽ അലങ്കോലമായി കിടക്കുന്നു.
ആയത് അനിയന്ത്രിതമായി വാഹനം എപ്രകാരമോ നിന്ന് പോയതാവാം. നമ്മൾ അവരോട് ചോദിക്കുന്നു, എന്തു സംഭവിച്ചു? ഒന്നും അറിയില്ല. വാഹനം പോകുന്നതിനിടയിൽ വാഹനം ഓഫായി. വാഹനത്തിൻ്റെ പ്രവർത്തനം നിലച്ചു. അതിലുണ്ടായിരുന്ന ഇന്ധനം തീർന്നുപോയി. ആ വാഹനം അപ്രകാരം ഓടുന്നതിനിടയിൽ അതിൻ്റെ വേഗത കുറഞ്ഞു ആ വാഹനം നിന്നിരിക്കുന്നു. അതിൻ്റെ സാക്ഷിയെ നിലകൊള്ളുന്ന ഉടമ, അതിൻ്റെ ഡ്രൈവറും നിസ്സഹായ അവസ്ഥയിൽ നിലകൊള്ളുന്നു. എന്തു സംഭവിച്ചു എന്നറിയാതെ കണ്ടു. പിന്നീടതാ വരുന്നു, ഈ വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോകാനായിക്കൊണ്ട് മറ്റു വാഹനങ്ങൾ വരുന്നു. ഇതുതന്നെയാണ് നമ്മുടെ അവസ്ഥ. എന്തെന്നറിയില്ല. പോകുന്നിടയിൽ ഹാർട്ടിനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അവയവങ്ങൾക്കോ തകരാറ് സംഭവിച്ചുകൊണ്ട് ആ വാഹനം എന്നേക്കുമായി സഞ്ചാരപാതത്തിൽ നിന്നും പുറകോട്ട് പോയി എന്നേക്കുമായി വിട്ടുപോകുന്നു. പക്ഷേ തീർന്നില്ല. വീണ്ടും ആ വാഹനത്തിൻ്റെ ചിപ്പും സോഫ്റ്റ്വെയറും ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനം വീണ്ടും കമ്പനി തിരിച്ചയക്കുന്നു. ആ തിരിച്ചയക്കുന്ന വാഹനം ആദ്യം ഫാക്ടറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടും അതിൻ്റെ പ്രവർത്തനം മൂലം മാസങ്ങളോളം നിലനിൽക്കൊള്ളുന്നു. പിന്നീട് ആ വാഹനം പൂർണ്ണ പദത്തിലെത്തുവാൻ ആ വാഹനം ഫാക്ടറിയിൽ നിന്നും പുറത്തേക്കിറക്കി വീണ്ടും അതിനെ നിരീക്ഷണ ബുദ്ധിയോടുകൂടി ആയതിനെ മെരുക്കിയെടുത്ത് അല്ലെങ്കിൽ നിരത്തിലൂടെ ഓടുവാനായിക്കൊണ്ടുള്ള പരിശീലനം കൊടുക്കുന്നു. ആ പരിശീലനത്തിന് അതിൻ്റെ എല്ലാ അംഗങ്ങളും ഓടുവാനായുള്ള പദത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ പിന്നീട് ആ വാഹനം സ്വയം പാതയിലൂടെ പോകുവാനായിക്കൊണ്ട് പ്രാപ്തയാകുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ പോയിക്കഴിഞ്ഞാൽ വീണ്ടും, നമ്മളാകുന്ന ഈ ശരീരം പോയിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഡ്രൈവറെയും സാക്ഷിയെയും നിലനിർത്തിക്കൊണ്ട് വീണ്ടും ഒരു ദേഹം ആയതിൽ ഡ്രൈവറും ഉടമക്കാരനും അത് തന്നെയായിക്കൊണ്ട് വീണ്ടും ഉദ്ധരിക്കപ്പെടുന്നു ജന്മം. ആ ജന്മം വീണ്ടും ഉദ്ധരിക്കപ്പെടുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നല്ല നല്ല പ്രവൃത്തികൾ എത്രത്തോളമാണോ ആ നല്ല നല്ല പ്രവൃത്തികൾക്കനുസരിച്ച് വീണ്ടും വരുന്ന, നമ്മൾ ജീവിതത്തിൽ നല്ല റോഡുകൾ തിരഞ്ഞെടുത്താണോ നമ്മൾ വാഹനം ഓടിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മളുടെ വാഹനത്തിന് വലിയ തകരാറുകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ സോഫ്റ്റ്വെയറുകളിൽ കൂടുതൽ കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുവാനോ വർദ്ധിപ്പിക്കുവാനോ വേണ്ടതായിട്ടില്ല. ചെറിയ ചെറിയ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ആ വാഹനം വീണ്ടും വലിയ തകരാറുകളില്ലാതെ വീണ്ടും നിർമ്മിക്കുന്നു. അതല്ല, ജീവിതത്തിൽ നമ്മുടെ വാഹനമാകുന്ന നമ്മൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട്
കാണാത്തതോ കേൾക്കാത്തതോ ആയിട്ടുള്ള എങ്ങനെയൊക്കെയോ കേട്ടറിഞ്ഞിട്ടുള്ള വഴിമധ്യേ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിട്ടുള്ള കേടുപാടുകളും കുഴപ്പങ്ങളും തകരാറുകളും ഒരുപാടുണ്ടാകുന്നു. അത് പോയിക്കഴിഞ്ഞാൽ, അത് നിന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ സോഫ്റ്റ്വെയറുകളും ചിപ്പും ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതിനെ പുനർനിർമ്മിക്കുന്നു, നിർണയിക്കുന്നു. വരുന്ന ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് കമ്പനിയിൽ നിന്നും കിട്ടുന്ന ആദ്യത്തേതായിട്ടുള്ള നിർദ്ദേശങ്ങളും നമ്മുടെ സോഫ്റ്റ്വെയർ ഘടിപ്പിക്കുന്ന നിർദ്ദേശങ്ങളും കൽപ്പനകളും നമ്മളിലുണ്ടാവും. പക്ഷേ സ്വയം നിരത്തിലിറങ്ങുവാനായിക്കൊണ്ട് പ്രാപ്തമാകുമ്പോൾ ആയ സോഫ്റ്റ്വെയറിൽ നിന്നും നമുക്ക് അതിനെ മറയ്ക്കപ്പെടുന്നു. കൽപ്പനകളും ഉപദേശങ്ങളുമെല്ലാം സോഫ്റ്റ്വെയറിൻ്റെ സ്വന്തം പ്രവർത്തിക്കുവാനായി തുടങ്ങുമ്പോൾ ആയതിലുള്ള കൽപ്പനകൾ മറന്നു പോകുന്നു, മായയായി പോകുന്നു. അത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വീണ്ടും ആ കൽപ്പനകൾ തുറന്നു കിട്ടണമെങ്കിൽ സ്വയം നിരത്തിലിറങ്ങുമ്പോൾ സ്വയം കാണുന്നത് തെറ്റും ശരിയും മനസ്സിലാക്കിയ നമ്മൾ ശരിയായിട്ടുള്ള പാതയിലൂടെ മാത്രം മുന്നോട്ട് പോകുമ്പോൾ, ശരിയായിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ നല്ല ചിന്തകളും നല്ല തീരുമാനങ്ങളും നമ്മളെ ബുദ്ധിയെയും ബോധത്തെയും ഉദ്ധരിപ്പിക്കുവാനായിക്കൊണ്ട്, കൂടുതൽ പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് ശരീരം ആയതിനെ വളർത്തുന്നു. ആ നല്ല യജമാനൻ്റേതായിട്ടുള്ള ആ ചിന്തകളും തൻ്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലൂടെയുള്ള യാത്ര, ആ യാത്രയിലൂടെ മറ്റുള്ള വാഹനം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും മുൻകരുതൽ വേണമെന്നും ശ്രദ്ധ വേണമെന്നും കരുതുമ്പോൾ നമ്മളിലുള്ള പോയ വാഹനത്തിലുള്ള മെമ്മറി കാർഡിൽ നിന്നുള്ള വിവരങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വാഹനത്തിന് വേണ്ട രീതിയിലുള്ള നല്ല പെട്രോൾ അടിക്കുന്ന, ശുദ്ധി ചെയ്തിട്ടുള്ള പെട്രോൾ വേണം. മായം ചേർത്തതായിട്ടുള്ള പെട്രോൾ അടിച്ചുകൂടാ, മായം ചേർത്തതായിട്ടുള്ള ഡീസൽ അടിച്ചുകൂടാ. നമുക്ക് വേണ്ടത് നല്ല ഫിൽട്ടർ ചെയ്ത് ശുദ്ധിയെടുത്തതായിട്ടുള്ള ഇന്ധനമാണെങ്കിൽ എഞ്ചിന് ഒരുപാട് തകരാറുകൾ സംഭവിക്കാതെ കണ്ട് മുന്നോട്ട് പോകുന്നു. പറയുന്നു, മയക്കുമരുന്നുകളും കഞ്ചാവും അപ്രകാരമുള്ള ലഹരി പദാർത്ഥങ്ങളും പൊടികളും പൗഡറുകളും അതുപോലുള്ള മറ്റു ശരീരത്തിന് ഒരുപാട് ധ്വംസിക്കുന്നതായിട്ടുള്ള ഇന്ന് വിപണിയിൽ കിട്ടുന്നതായിട്ടുള്ള പലതും ആയതിനെക്കുറിച്ച് പറയുവാൻ പേരറിഞ്ഞു കൂടാത്തത് കൊണ്ട് ആയതിനെ വിവരിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും നമ്മൾ തൊടുകയും ചെയ്യരുത് എന്ന് പറയുന്നു. അതെല്ലാം ബുദ്ധിയെ ഒരുപാട് വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ഒരുപാട് വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ആയതിൽ നിന്നും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഇടയിൽ നമ്മളൊരു മോശപ്പെട്ട വാഹനമായി മാറുന്നു. പലതുകൊണ്ടും ഡ്രൈവർക്ക് എന്തോ അശ്രദ്ധ ഉണ്ടാകുന്നു, യജമാനന് എന്തൊക്കെയോ വേണ്ടാത്തതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഈ വാഹനം നേരായിട്ടുള്ള മാർഗങ്ങളിലൂടെയല്ല ഓടുന്നത്. ആ വാഹനത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. കള്ളക്കടത്തുണ്ട്, കരിഞ്ചന്ത കൊണ്ടുപോകുന്നുണ്ട്. ആ വാഹനത്തെ ശ്രദ്ധിക്കണം.
അങ്ങനെ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. നമ്മൾ ഓർക്കണം, ഒരു 40 വയസ്സ്, ഏകദേശം 40 വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രായം ഓടിക്കൊണ്ടിരിക്കുന്നൊരു വാഹനം, ആ വാഹനം തുടർന്ന യാത്ര, പിന്നീട് ആ വാഹനം പുറകോട്ട് പോകുന്നു. വാഹനം പോയ സ്ഥലത്തു നിന്നും തിരിച്ച് പുറകോട്ട് വാഹനം പാർട്ടിക്കാരെ കൊണ്ടുവിട്ടോ അല്ലെങ്കിൽ യജമാനിൻ്റെ ആവശ്യാർത്ഥം സഞ്ചരിച്ച ആ പദത്തിൽ നിന്നും പിന്നീട് ആ വാഹനം പുറകോട്ട് തിരിച്ച് വരുന്നു. പിന്നീട് ആ വാഹനത്തിന് മുന്നോട്ട് പോകുവാനുള്ള അവസ്ഥകളില്ല. ആയതിലുള്ള ഇന്ധനം പുറപ്പെട്ടയിടത്തേക്ക് തന്നെ തിരിച്ചെത്തുക എന്നുള്ളതാണ് ആ വാഹനത്തിൻ്റെ പിന്നീടുള്ള ആ ഡ്രൈവറുടെ കർത്തവ്യം. അതാണ് ആ കർത്തവ്യത്തിൽ നമ്മുടെ ഡ്രൈവർക്ക് നമ്മളെല്ലാ ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ചുകൊണ്ടാണ് ആ വാഹനം നമുക്ക് ഓർമ്മ വെച്ച സമയം മുതൽ, ഇല്ലെങ്കിൽ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ ആ സമയം മുതൽ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് ചെയ്തുകൊണ്ട് ഇരുന്നു എങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇനി ഇപ്രകാരം ചെയ്തുകൂടാ, ഇത് പാപമാണ്, ഇനി പാപമില്ലാത്തതായിട്ടുള്ള രീതിയിലൂടെ ഈ വാഹനം ഓടിക്കണം എന്നുള്ള ഒരു സമർപ്പണ ബോധത്തോടു കൂടിയാണ് നമ്മൾ പിന്നീട് മുന്നോട്ട് പോയിട്ടിരുന്നത് എങ്കിൽ ആ വാഹനം തിരിച്ചു വരുമ്പോഴും ഒരുപാട് കർത്തവ്യങ്ങൾ നിർവഹിക്കുവാനായിട്ടുണ്ട്. നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നു, ഈ വാഹനം ഇനി വന്നിടത്തേക്ക് തന്നെ ഈ ഡ്രൈവറെയും വാഹനത്തെയും ഫാക്ടറി നിർദ്ദേശിച്ചിട്ടുള്ള ഗ്യാരണ്ടി അല്ലെങ്കിൽ കമ്പനി തന്നിട്ടുള്ള ഗ്യാരണ്ടി സമയത്ത് വലിയ കുഴപ്പമില്ലാത്തൊരു വാഹനം എന്ന രീതിയിൽ അവരുടെ ഗ്യാരണ്ടി പേപ്പറിൽ കണ്ടിട്ടുള്ള ദിവസവും സമയവും ആഴ്ചയും മാസവും വർഷവും അതിൻ്റെ ഡേറ്റും കണക്കാക്കിക്കൊണ്ട് തിരിച്ച് കമ്പനിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈവർ വാഹനം ഓടിച്ചുകൊണ്ട് ആ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന സന്ദർഭം മുതൽ ആ വാഹനത്തിൻ്റെ ചിപ്പും ഇതിൻ്റെ സോഫ്റ്റ്വെയർ സംവിധാനവും പിന്നീട് അപ്രത്യക്ഷമാകുന്നു. ആ ചിപ്പും ആ സോഫ്റ്റ്വെയറും ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഒരു വാഹനം, ആ ഡ്രൈവറെയും ഉപയോഗിച്ചുകൊണ്ട് പിന്നീടൊരു വാഹനം ആ കമ്പനി നിർമ്മിക്കുന്നില്ല. കാരണം ആ വാഹനത്തിൻ്റെ കമ്പനി ഉദ്ദേശിച്ച ആ ടെക്നോളജി അത് പൂർത്തിയാക്കി തിരിച്ചു ചെന്നിരിക്കുന്നു. ഇനി ആ വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയറും ചിപ്പും ഉപയോഗിക്കേണ്ടതില്ല. ഇനി പുതിയതായിട്ടുള്ള സോഫ്റ്റ്വെയറും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾ നിർമ്മിക്കാം. ഈ ഡ്രൈവർ അന്നു മുതൽ പെൻഷനായി. ആ ഡ്രൈവർക്ക് പിന്നീടൊരു വാഹനം ഓടിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നീട് ആ ഡ്രൈവർക്കൊരു വാഹനം ഓടിക്കേണ്ടതായിട്ട് വരുന്നില്ല. ആത്മാവ് പരിപൂർണനായി മാറി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു. ഇനിയൊരു ജന്മവുമില്ല, ഇനിയൊരു മരണവുമില്ല. സദാ വിരാജിക്കുന്നു. സ്വസ്തിയോടുകൂടി, സ്വസ്ഥതയോടുകൂടി, ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും. എങ്കിൽ ആ വാഹനത്തെക്കുറിച്ച് പലരും സദാ ഓർത്തുകൊണ്ടിരിക്കുന്നു. ആ വാഹനം എല്ലാവരുടെയും സ്മരണയിൽ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടതടവില്ലാതെ ആ വാഹനം സ്മരണേന ഓടിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിലൂടെ മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന
പ്രാർത്ഥനകളിലൂടെ ഇടം നേടി ആ വാഹനം വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പുതുമയോടുകൂടി, എന്നും പുതുമ നിറഞ്ഞുകൊണ്ട്, എന്നും എപ്പോഴും സദാ സഞ്ചരിക്കുന്നു. അപ്രകാരമുള്ളൊരു വാഹനമായി നമ്മൾ മാറണം. അതാണ് മനുഷ്യൻ്റെ കർത്തവ്യം. നമ്മളിവിടെ ജീവിക്കുന്നത് ആരെയും തല്ലാനും കൊല്ലാനും മതം വളർത്തുവാനോ മതം പഠിപ്പിക്കുവാനോ അല്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും ഞാനൊരു മനുഷ്യനാണെന്നുള്ള ബോധം കൈവരുത്തുക. ഞാനൊരു മനുഷ്യനാണെന്നുള്ള ബോധം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ആരെയും ദ്രോഹിക്കുക എന്നുള്ളതല്ല എൻ്റെ ധർമ്മം. ഞാൻ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ദ്രോഹിക്കുന്നതെന്നുള്ള ചിന്ത അവനിൽ വ്യക്തമാവുന്നു. അവനെ തന്നെ ദ്രോഹിച്ചാലും ശരി, അവൻ മറ്റുള്ളവരിലേക്ക് ദ്രോഹം എന്നുള്ളൊരു ചിന്തയോടുകൂടി അടുക്കുകയോ ഇല്ല. കാരണം അവൻ അറിഞ്ഞു കഴിഞ്ഞു, ഞാനും അവരും ഒന്നു തന്നെ. എന്തെല്ലാം തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിലും അതാരുടെയും മേലെ ചാർത്തുവാനോ ആരെയും വേദനിപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ അവൻ ശ്രദ്ധിക്കുകയില്ല. പക്ഷേ അവനിലുള്ളതെല്ലാം അവൻ തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. ഇതായിരിക്കണം നമ്മൾ ഓരോരുത്തരും. എപ്രകാരമുള്ളൊരു നല്ല ഡ്രൈവറായി മാറണം മനുഷ്യൻ എപ്പോഴും ഒരു മനുഷ്യനായി തന്നെ ഇരിക്കണം. വന്നതും അങ്ങനെയാണ്, ഇരിക്കുമ്പോഴും അങ്ങനെയാകണം. എന്നാൽ പോകുമ്പോഴും ആ മനുഷ്യൻ പിന്നീട് തിരിച്ചു വരാത്ത വാഹനമായി പിറവി എടുത്തിട്ടുണ്ടെങ്കിൽ പറവ എടുക്കണം, പറവയായി മാറണം. ജനിക്കുമ്പോൾ മനുഷ്യനായി കിടക്കുന്നു, ജീവിക്കുമ്പോൾ മനുഷ്യനായി നടക്കുന്നു, പോകുമ്പോൾ മനുഷ്യനായി പറക്കുന്നു. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം.